2024-25 കാലയളവിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടായി CPIM-ന് ലഭിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. CPIM-ന് 16.95 കോടി രൂപ സംഭാവന ലഭിച്ചെന്നാണ് കണക്ക്. കല്യാൺ ജ്വല്ലറി ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ തുകയായ 1 കോടി രൂപ സംഭാവന ചെയ്തത്. ജോൺ ബ്രിട്ടാസ് 12 ലക്ഷം പാർട്ടിക്ക് സംഭാവന നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്ലാൽ, മറ്റ് പ്രധാനപ്പെട്ട സംഭാവന നൽകിയ ആളുകൾ ആരൊക്കെയാണ്? പോത്തൻ CPM-നെ സംബന്ധിച്ചോളം ദേശീയ പാർട്ടിയുമായി കണക്ക് കൂട്ടുമ്പോൾ BJP-യും അതേപോലെ കോൺഗ്രസുമായി കണക്കൂട്ട് വളരെ കുറവാണ് CPM-ന്റെ സംഭാവനയെങ്കിലും CPM-ന് വളരെ സംഭാവന നൽകിയ കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്. അതുപോലെ 50 ലക്ഷം രൂപ മുത്തൂറ്റ് ഫിനാൻസസ് നൽകിയിട്ടുണ്ട്, മുത്തൂറ്റ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ 50 ലക്ഷം ഒരു ഫാർമ കമ്പനി നൽകിയിട്ടുണ്ട്. മേഘാ കൺസെഷൻ 25 ലക്ഷം നൽകിയിട്ടുണ്ട്. അതേപോലെ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കുടുംബം 1,36,000 നൽകിയിട്ടുണ്ട്. വൃന്ദാക്കാരിന് 96,000 രൂപ നൽകിയിട്ടുണ്ട്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ CPM-ന് ലഭിച്ച സംഭാവനകളൊക്കെ 20,000-ൽ കൂടുതലുള്ള സംഭാവനകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോഴുള്ള 20,000-ൽ മുകളിൽ ലഭിച്ച സംഭാവനകൾ 3 ഇരട്ടിയായിരിക്കുന്നു എന്നാണ് കണക്ക് കൂട്ടൽ. ഇത് ചെക്ക് വഴി നൽകിയ സംഭാവനകളുടെ കണക്കാണ്. വളരെ പ്രധാനപ്പെട്ട കണക്കുകളായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും CPM-നെ സംബന്ധിച്ചാൽ CPM-ൽ ഏറ്റവും കൂടുതൽ ലെവി നൽകിയ ഒരു വ്യക്തിയാണ് താൻ എന്നാണ് ജോൺ ബ്രിട്ടാസ് അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. തൻ്റെ ലെവിയാണ്, പാർട്ടിക്കുള്ള ലെവിയാണ് 12 ലക്ഷം രൂപ എന്നതാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നത്. MP എന്ന നിലയിൽ മറ്റു വരുമാന മാർഗങ്ങളിലുള്ള ലെവി ആയിട്ടാണ് ഈ 12 ലക്ഷം നൽകിയത്. മറ്റു CPM-ൽ ലെവി നൽകുന്ന ഏർപ്പാടുണ്ട്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നതാണ് ബ്രിട്ടാസിൻ്റെ കാര്യം. അതേപോലെ തന്നെ MP-മാരും മറ്റ് പാർലമെൻറ്റ് അംഗങ്ങളും MLA-മാരും ഒക്കെ പാർട്ടിക്ക് ലെവി നൽകാറുണ്ട്. താൻ തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നൽകി എന്നാണ് ബ്രിട്ടാസിൻ്റെ ന്യായീകരണം. ഏതായാലും കേരളത്തിനെ സംബന്ധിച്ചോളം CPM-നെ സംബന്ധിച്ചോളം 16.95 കോടി ലഭിച്ചപ്പോൾ അത് ഇന്ത്യയിൽ മുഴുവൻ കണക്കാണ്. അത് ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായും 16 കോടി രൂപ 95 ലക്ഷം രൂപയാണ് ഇപ്പോൾ CPIM-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. BJP-ക്ക് അത് 3000 കോടിയാകുമ്പോൾ കോൺഗ്രസിന് അത് വെറും 300 കോടിയാണ്. CPIM-ലേക്ക് എത്തുമ്പോൾ അത് 16 കോടി, ഏതാണ്ട് 17 കോടിയോളം അടുത്ത് നിൽക്കുകയാണ്. ഇത്രയും അന്തരമുണ്ട് പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഭാവനയിൽ തന്നെ. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.